പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയുണ്ടോ, ഞായറാഴ്ചത്തെ വ്ളോഗാണ് എടുക്കുന്നത്. ഇപ്പോൾ സമയം 9:30 ആയിട്ടുണ്ട്. രാവിലെ ഞാൻ വീഡിയോ എടുക്കാനുള്ള പ്ലാനോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഡി സൗണ്ട് ഇറക്കിയോ? ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ വിൻചേട്ടൻ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്രിക്കറ്റ് ലീഗാണ്. അപ്പോൾ നീ ടൂറിന്റെ വിശേഷമൊക്കെ പറയണം കേട്ടോ. എല്ലാവരും ചോദിക്കണ്ട ടൂറിന്റെ വിശേഷം. പറയോ? നമ്മൾ കാര്യം പറയട്ടെ, ഇൻട്രോ പറയട്ടെ. അപ്പോൾ രാവിലെ വിൻചേട്ടൻ കളിക്കാൻ പോയി. വിൻചേട്ടൻ കളിക്കാൻ പോയിട്ട് ഞാൻ വീണ്ടും കിടന്നുണ്ട്. ഞാൻ ഉദ്ദേശം കിടന്നു. എന്നിട്ട് ഒരു 8:30 ആകുമ്പോഴാട്ടെ നീച്ച് ദോശയും ചമ്മന്തി ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ. അപ്പോൾ ഇന്നലെ ഫ്രൈഡ് റൈസ് അല്ല നമ്മുടെ മന്തി ഇരുന്നായിരുന്നു. അപ്പോൾ ആര് പറഞ്ഞു മന്തി മുട്ടയൊക്കെ കൂടി ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. മന്തിയും കോഴിമുട്ട അല്ല അതൊക്കെ കൂടി കുത്തി പൊരിച്ചിട്ട് ഒരു ഉപ്മാവ് പോലെ ആക്കിയിരുന്നോള്. അപ്പൊ ഞങ്ങൾ രാവിലെ ചായക്ക് അതാട്ട കഴിച്ചത്. ചായ കുടിച്ചിരുന്ന് വർത്താനം പറയുകയായിരുന്നു. അപ്പോഴാണ് വിൻചേട്ടപ്പതേ കളി ജയിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി ഉച്ചയ്ക്ക് അത്ര കളി അപ്പൊ വന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇന്ന് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ മടി പിടിച്ചിരിക്കുകയായിരുന്നു. അവളുടെ അടുത്ത് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടാ. ഇതാ ഫുഡ് കഴിച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകാണ്ട്. ഇതൊക്കെ കഴുകണം. വിൻചേട്ടന് ദോശ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. വ്ളോഗ് എടുക്കണം എന്ന് രാവിലെ വിചാരിച്ചു. പക്ഷെ നമുക്ക് ആ ഒരു ഫ്ലോയില് പോവാത്തോണ്ട് ഒന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ അങ്ങനെ നല്ല വിശക്കണ കാരണം അവൾ ഉപ്മാവ് ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ പുളി ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ആ ഉപ്മാവ് കഴിച്ചു. ഉപ്മാവ് കഴിച്ചിട്ട് വർത്താനം പറയായിരുന്നു. അവട്ടിരിക്കും ഇങ്ങനെ എല്ലാതും. ഇപ്പോൾ 9:30 വിൻചേട്ടൻ വരുമ്പോഴാണ് ചാടി എനിട്ടത്. ദൈവമേ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല, പണിയൊന്നും തുടങ്ങിയിട്ട് കുറിയില്ല കേട്ടാ. അപ്പോൾ ഇനി വിൻചേട്ടന് ദോശ ഉണ്ടാക്കി കൊടുക്കട്ടെ. പേര് കാണാനില്ല. അച്ഛന്റെ പേരുണ്ടോ? അപ്പൊ വിൻചേട്ടനുള്ള ദോശ ചൂടോടുക്കൻ തന്നെ ഉണ്ടാക്കാം കേട്ടോ, നെയ്യൊക്കെ പരട്ടിയിട്ട്. അപ്പോൾ അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മൊത്തം ക്ലീൻ ആക്കാനുള്ളതാട്ടാ. മൊത്തത്തിൽ അലമ്പായിട്ടാണ് കിടക്കണ്. ഇവിടെയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാണ്ട്. അത് കഴിഞ്ഞിട്ട് അടിച്ചൊരു തുടയ്ക്കണം. പിന്നെ ഉച്ചത്തെ പരിപാടി നോക്കണം. ഫുഡ് എന്തായാലും ആക്കണം ഉച്ചത്തേക്കുള്ളത്. അപ്പോൾ അത് നോക്കട്ടെ കേട്ടോ. ഇനി പിന്നെ അതെല്ലാം കഴിഞ്ഞതേ കിച്ചണൊക്കെ ക്ലീൻ ആക്കാട്ടാ. കുറേ ഇന്നലെ ഞാനൊരു വൈകിട്ടുണ്ടല്ലോ വേഗം കെടുന്നു. കിച്ചൺ ക്ലീൻ ആക്കാന്ന് വെച്ചാൽ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു. അത് കഴുകിയില്ല കേട്ടോ. ഒഴിവാക്കാണ്ട് അങ്ങനെ തന്നെ മൂടി വയ്ക്കായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചധികം കഴുകാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതേ കഴുകി വൃത്തിയാക്കി. അതുകൊണ്ടായിട്ട് മെയിനായിട്ട് രാവിലെ ഒരു മൂടും ഇല്ല. ഞാൻ കിച്ചണിൽ ആ കഴുകി തുടച്ച് വൃത്തിയാക്കി ഇടുന്ന ആ ഒരു ഫീലും അല്ലാണ്ട് കിടക്കുന്ന ഫീലും രാവിലെ എനിക്ക് വരുമ്പോൾ രണ്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് രാവിലെ തന്നെ ഫുൾ മൂഡ് ഓഫ് പോലെ ആയിരുന്നു. പിന്നെ ആര് പോവാണല്ലോ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വേഗം കിച്ചണൊക്കെ അതേ തുടച്ച് പാത്രമൊക്കെ കഴുകി ഒതുക്കി വൃത്തിയാക്കി കിച്ചണൊക്കെ ഒതുക്കിയിട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേഗം അടിച്ചൊരു തുടയ്ക്കാനാണ് നോക്കണത്. ഇന്ന് കുളിയും മൊത്തം ലാഗ് അടിച്ച ദിവസമായിരുന്നു കേട്ടോ. പിന്നെ അവളിന്ന് പോണ കാരണം ഞങ്ങൾ കുറേ നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ. ചായ കുടി കഴിഞ്ഞിട്ടും അതേട്ടാ ഇരുന്ന് വർത്താനം പറയായിരുന്നു. അതുകൊണ്ട് ഇന്ന് മൊത്തത്തിൽ ലാഗായിട്ടുണ്ടായിരുന്നേ. പിന്നെ അതൊക്കെ അടിച്ച് തുടച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുളിച്ചു കേട്ടോ. കുളിച്ചിട്ട് വേഗം അതേ തിരുമ്പി തോരടാണ്. അതിൽ പണി തേപ്പ് ഇതുവരെ ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും തേച്ചിട്ടുണ്ട്. വിൻചേട്ടൻ കളി കഴിഞ്ഞ് റെസ്റ്റിന് വന്നിരിക്കുകയാണ്. എങ്കടാ ഹാങ്കർമടേ ഉച്ചക്ക് കളിക്കാൻ പോവും വീണ്ടും. അതിനാണത് വിൻചേട്ടൻ കഴുകിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ മതിൽ പണി പകുതി ആയിട്ടോ. എൻ്റെ സൗണ്ട് കേട്ടില്ല എന്ന് വേണ്ട വ്ളോഗിൽ. ഇനിയും പണികളുണ്ട്, ഒന്നും ആയിട്ടില്ല. ഇതാ സൂര്യമ്മ ഇതാ തോരിടാൻ പോയിരിക്കുക ഡ്രസ്സ്. ഇതുവരെ തയ്ക്കുള്ളൂ. നല്ല കായുള്ളൂ. കായില്ല എനിക്ക് അറിയാലോ. ഉണ്ണിയെ തേക്കണെങ്കിൽ എത്ര ഉണ്ട് തേച്ച നീങ്ങൂല്ല. നല്ല പൈസ. ഇതൊക്കെ ഉരച്ച് കളയണം, എന്നാലേ അത് വെള്ള പെയിന്റ് അടിച്ചിട്ട് കയറുള്ളൂ. പൂപ്പലാണ് ഒക്കെ. പിന്നെ അതുമല്ല പഴയ മതിലല്ലേ, അതുകൊണ്ട്
കുറച്ചധികം തുണികളുണ്ടായിരുന്നു കേട്ടോ തോരയിടാൻ. പിന്നെ അവളുടെ ഉണ്ട്, അവൾക്കൊന്ന് പോകുമ്പോൾ ഒക്കെ കൊണ്ടുപോകണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒക്കെ വെയിൽ ഇങ്ങോട്ട് നല്ല വെയിലുണ്ടാവും ഈ നേരത്ത്. അതുകൊണ്ടൊക്കെ ഈ സൈഡിൽ തോരയിടാട്ട് ചെയ്തത്. പിന്നെ വിൻഷേട്ട് അതേ മറ്റേ തൈരില്ലേ, തൈരാണ് കേട്ടോ മുഖത്ത് തേക്കണത്. വെയിലത്ത് കളിച്ചിട്ട് ഇപ്പം 2 ദിവസമായിട്ട് രാവിലെ തൊട്ട് രാത്രി വരെ ഗ്രൗണ്ടിലാട്ടാ. അപ്പോൾ അതുകൊണ്ട് ആ വെയിലത്ത് ഭയങ്കരമായിട്ട് കരിവാളിപ്പുണ്ടായിരുന്നു മുഖത്ത്. അപ്പോൾ എന്തോ തൈരും പിന്നെ എന്താണ് ആവോട്ടോ എന്തൊക്കെ പറട്ടിയിട്ട് മുഖത്ത് തേക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതേ കുറേ പേരുടെ വിചാരം വിൻഷേട്ടൻ്റെ പ്രൊഫഷൻ ക്രിക്കറ്റ് കളിയാണെന്നാണ്. അല്ല, വിൻഷേട്ടൻ ഇങ്ങനെ സൈഡായിട്ട് കളിക്കണതാണ് കേട്ടോ ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ. വിൻഷേട്ടൻ കൊട്ടേക് മഹീന്ദ്രയിലാണ് വർക്ക് ചെയ്യണത്, അവിടെ കളക്ഷൻ മാനേജറായിട്ട് കേട്ടോ. അപ്പോൾ കുറേ പേര് FBയിലൊക്കെയാണ് കൂടുതൽ ചോദ്യം വരണത്. അങ്ങനെ പിന്നെ ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ നോക്കുകയാണ് കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് ബാക്കി കളി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ തൈരും നല്ല ചോറും പിന്നെ നല്ല അടിപൊളി ഉപ്പിലിട്ട നാരങ്ങയില്ലേ, നാരങ്ങയും പച്ചമുളകും കൂടിയിട്ടാട്ടോ ഇന്നത്തെ വിൻഷേട്ടൻ്റെ ഉച്ചഭക്ഷണം ഉള്ളത്. ഉച്ചത്തേക്കുള്ളത് ഞാൻ ചോറ് മാത്രമേ വെച്ചിട്ടുള്ളൂ, കറിയും കാര്യങ്ങളൊക്കെ വെക്കണം. പിന്നെ കളിക്കുമ്പോൾ ഒരു ക്ഷീണം തോന്നാണ്ടിരിക്കാനാന്നും പറഞ്ഞിട്ടാട്ടോ അതൊക്കെ കഴിക്കണത്. വിൻഷേട്ടൻ കഴിക്കണപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് കൊതി വന്നു കേട്ടോ. അപ്പോൾ ഒരു വായ ടേസ്റ്റ് നോക്കാനായിട്ട് കഴിക്കണത്. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. തൈരും ആ എന്താ പറയുക മുളക് ഉപ്പിലിട്ടതില്ല അതൊക്കെ കൂടി ഇങ്ങനെ ഉടച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇനിയും കഴിക്കണം എന്നുണ്ട്, പക്ഷെ എനിക്ക് കഴിച്ചാൽ ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ കഴിക്കാൻ നിന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ചിക്കൻ കറി വെക്കാൻ നോക്കാട്ടെ. തേജു അപ്പുറത്തേക്ക് കളിക്കാൻ പോയി. അപ്പോൾ ഇപ്പോൾ കുറേ ആയിട്ട് എൻ്റെ ഷുഗർ കട്ടൊക്കെ മൊത്തത്തിൽ പാളിപ്പോയിട്ടുണ്ടായിരുന്നു. വേറെ ലാരി വന്നപ്പോൾ ഷുഗർ ഇട്ടിട്ട് അവൾക്കിങ്ങനെ എല്ലാം ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ ഷുഗർ തന്നെ ഇട്ടിട്ട് കൊടുത്തിട്ടായി ഇന്ന് കഴിച്ചിട്ട് തോന്നുന്നു. മൊത്തത്തിൽ എൻ്റെ ഷുഗർ കട്ടൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് അരി പൂട്ടോ വീട്ടിൽ അവളെ കൊണ്ടാക്കി കൊടുക്കും. അപ്പം നാളെ തൊട്ട് ഞാൻ വീണ്ടും എൻ്റെ ഷുഗർ കട്ട് ശരിക്ക് ഇടയ്ക്കൊക്കെ ഷുഗർ കട്ട് ഉണ്ട്, പക്ഷെ എവിടേക്കോ പാളിപ്പോയിട്ടുണ്ട്. അന്നത്തെ പോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ഷുഗർ കഴിക്കുമ്പോൾ പോലും ഇതിൽ ഷുഗറിൻ്റെ എത്ര അംശം ഉണ്ട് അല്ലെങ്കിൽ ഷുഗർ എത്ര ഉണ്ട് നോക്കിയിട്ട് എത്ര ക്വാണ്ടിറ്റി നല്ല ഷുഗർ ഉള്ളതേ കഴിച്ചിരുന്നില്ല കേട്ടോ, അങ്ങനെ നടന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതാണ് ലാസ്റ്റ് കേട്ടോ ഇന്നത്തെ എൻ്റെ ഷുഗർ. എന്തായാലും നാളെ തൊട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും പക്കയായിട്ട്. അപ്പോൾ ഇന്നെന്തായാലും ഇഷ്ടമുള്ള ഒരു സാധനം കഴിക്കാൻ വിചാരിച്ചു. ഈ സംഭവം ഉണ്ടല്ലോ എന്താ പറയുക, ബാദുഷയാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ അത് കിട്ടിയത് അപ്പോൾ തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇതിപ്പോൾ ഇതാ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ 1-2 തിന്നിടത്ത് കഴിക്കണം. എനിക്ക് ഷുഗറിലാകെ എനിക്ക് ജിലേബിയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. പക്ഷെ ഇപ്പം എനിക്ക് ഇങ്ങനത്തെ ഈ വക ഐറ്റംസാണ് ഇഷ്ടം. കുഴപ്പമില്ല, ഇന്നല്ല കേട്ടോ, നാളെ തൊട്ടിട്ട് പക്കയാണ് ഷുഗർ കട്ടൻ്റെ. അപ്പം ഞാനിനി ചിക്കൻ കറി വെക്കട്ടെ അത് കഴിച്ചിട്ട്. 2 കളിയിൽ ജയിച്ചാൽ പിന്നെയും ഇരിക്കണ്ടേ അടുത്ത മാച്ചിൽ. അങ്ങനെ അതേ ഉച്ചയ്ക്ക് ഒരു 12-1 മണിയാകുമ്പോഴേക്ക് വിൻഷേട്ട് അതേ പോയിട്ട്. അപ്പോൾ ക്രിക്കറ്റ് ലീഗാണ് ഇത്. ഇടയ്ക്കെന്നല്ല വിൻഷേട്ട് ഇങ്ങനെ ഗ്യാപ്പിലൊക്കെ കളിക്കാൻ പോവുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. എക്സ്ട്രാ വിൻഷേട്ടിന് ഇഷ്ടമുള്ളൊരു ഫീൽഡാണ് കേട്ടോ ഈ ക്രിക്കറ്റ്. അപ്പോൾ ഫുട്ബോളിനൊക്കെ കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം ക്രിക്കറ്റിനോടാണെന്നാട്ട് എപ്പോഴും പറയാറ്. അപ്പോൾ ഗൈസ് ഞാനിതേ പച്ചമുളക് ചിക്കൻ ഇത്രേ ഉള്ളൂ കേട്ടോ, കുറച്ചേ ഉള്ളൂ ചിക്കൻ. ഇന്നലെ മന്തിക്ക് വാങ്ങിയതായതുകൊണ്ട് കുറച്ചേ ഉള്ളൂ, കുറച്ച് ഉണ്ടാക്കണുള്ളൂ. പിന്നെ രാത്രി വീട്ടിലേക്ക് പോകുമല്ലോ, അതുകൊണ്ട് പിന്നെ കുറേ ഉണ്ടാക്കണ്ട വിചാരിച്ചു. സബോള, പച്ചമുളക്, കറിവേപ്പില, പൊടികൾ, തക്കാളി 3 തക്കാളി ആയിട്ട് ഞാൻ എടുത്തേക്കണ്. അല്ലെങ്കിൽ ഞാൻ 4 തക്കാളി എടുക്കാറുണ്ട്. എണ്ണ ചൂടായിക്കൊണ്ടിരിക്കണം. അപ്പം ഞാൻ ചിക്കൻ കറി വെക്കട്ടെ. ഈ റെസിപ്പി ഞാൻ കുറേ വട്ടിട്ടോണ്ട് തന്നെ ഇപ്പോൾ എടുക്കണമെന്നില്ല കേട്ടോ. റെസിപ്പിയുടെ വീഡിയോ ഒന്നും ഉണ്ടാക്കിയിട്ട് വേഗം കുറേ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഞാൻ അങ്ങനെ ഇരിക്കുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മുടെ തേജു കളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അവൻ ക്രിക്കറ്റ് കളിക്കാനല്ല, അവൻ അപ്പുറത്തെ വീട്ടിലേക്ക് കളിക്കാൻ പോയിക്കണം. അവിടെ അതേട്ടാ ക്രിക്കറ്റ് ഫുട്ബോൾ എന്തൊക്കെയാണ് അവ പോയി കളിക്കണത്. അപ്പോൾ കളി കഴിഞ്ഞിട്ട് ഇതേ വന്നേക്കാണ് കേട്ടോ. വന്ന വഴിക്ക് തന്നെ വെള്ളം താഴ്ച്ചിട്ടാണ് ഈ ഓടണത്. അതായത് വെറുതെ വെള്ളം താഴ്ക്കും മീൻസ് തണുത്തതൊക്കെ എന്തെങ്കിലും കഴിക്കാനുള്ള കൊതിയില്ല. അപ്പൊ എന്തോ ഡയറി മിൽക്ക് എന്തൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ, അതാണ് ഈ തപ്പണത്. തേജു ടൂറിന്റെ വിശേഷം പറയാൻ പോവാണ് കേട്ടോ. അപ്പൊ കളി കഴിഞ്ഞ് വന്നിട്ടുള്ളൂ, എന്താ മുഖത്ത് വെള്ളം. എന്ത് കളി കളിച്ചിടുന്ന് നിനക്ക് പറയാ എങ്ങടെ ഓടുന്നു വെയിലത്ത് കളിച്ചിടുന്ന് പശുവിനല്ലോ ഒട്ടകത്തിനല്ല കൊടുത്ത് ഇന്നലത്തെ പറയേ എന്തിനാ ഫുഡ് ഇലയൊക്കെ പൊട്ടിച്ചു കൊടുത്തിരുന്നല്ലോ. ഫ്രണ്ടിലെത്തിയപ്പോ എടുക്കാൻ നോക്കിയപ്പോ മാമക്ക് കൊടുത്തു. പിന്നെന്തോ ഒരു സാധനം തൊട്ടൂലോ, പാമ്പിനെ തൊട്ടു ഗൈസ്. നല്ല സോഫ്റ്റ് ആയിരുന്നു. അമർത്ത ഇങ്ങനെ ആക്കിയപ്പോ പാമ്പിന്റെ കയ്യിൽ അടിച്ചു. പിന്നെ തള്ളേ ഞാൻ ഫോട്ടോ സൈഡിൽ കൊടുക്കാട്ടോ തേജ് പാമ്പിനെ തൊട്ടിട്ടുള്ളത്. പക്ഷെ തൊട്ട് കഴിഞ്ഞിട്ടോ ഫോട്ടോ എടുത്തത് അല്ലേ, എങ്ങനെ കൈ എടുക്കണത്. പിന്നെന്താ
കുട്ടികളല്ലേ പിന്നെ വെള്ളത്തിൽ കളിച്ചാ ബോട്ടിൽ പോയാ ചെറിയ കുട്ടികള് കേറ്റില്ല ഇല്ലേ എന്താ അറിയോ ചെറിയ വെള്ളം ആ ചെറിയ കുട്ടികളുടെ നല്ല അടി പോവും വലിയ ചെക്കന്മാർക്ക് വീഴില്ല അപ്പൊ ബോട്ടിൽ കയറാൻ പറ്റിയില്ല അല്ലേ ഇറങ്ങുമ്പോ നിലത്ത് പോവും പിന്നെന്താ രാമ രാമ പിന്നെന്തിലാ ഒരു പാട്ട് പാടട്ടെ രാമ 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 ഫാത്തിമ ഫാത്തിമല്ല പായ് മേനച്ച് പാടുക കേട്ടാ അപ്പൊ നമ്മ ചെല്ലുമ്പളേ രാമ 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 ഫാത്തിമ എന്ന് പറയാ എന്നിട്ട് രാമ 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 പാതിമ പാതിമല രാമ 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 ഫാത്തിമ രാമചന്ദ്രൻ പാതിമ രാമചന്ദ്രൻ ഫാത്തിമ രാമചന്ദ്രനൊക്കെ വരുന്നേ തേജുവിന്റെ നാമത്തിലിട്ടോ ഗൈസ് പോയി അപ്പൊ ശ്രീഭൂതനാഥ സദാനന്ദ ഇങ്ങനെ ചെല്ലുക ശ്രീഭൂതനാഥ സദാനന്ദ രാമ 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 ഈ കളിക്കായിരിക്കല്ലേ ശ്രീഭൂതനാഥ സദാനന്ദ ശിവായ നമ ശിവായ കട്ടിട്ട് കട്ടിട്ട് ഞാൻ ആക്കട്ടൊന്ന് പച്ചണ്ടെങ്കിൽ ഫുള്ള് കഴിച്ചിരുന്നു അതൊക്കെ കിട്ടിയിരുന്നില്ല കഴിഞ്ഞാ ടൂറിന്റെ വിശേഷം കഴിഞ്ഞാ ഫുഡൊക്കെ ശരിക്കും കഴിച്ചാ ഉച്ചക്കൊക്കെ പിന്നെ അത് പറഞ്ഞല്ലോ ഈ സൗണ്ട് ഓർക്കണേ നല്ല ടോസ്റ്റാണ് അത് പറഞ്ഞല്ലോ വേറെ എന്തെങ്കിലുമൊക്കെ കേറി ഇഷ്ടായോ ടൂർ ഇഷ്ടായോ നീ ടൂറിന് പോണോ അടുത്ത കൊല്ലൊക്കെ പോണാ വേണ്ട ഞാൻ വിടില്ല ഞാൻ പൈസ കൊടുക്കില്ല ടൂറിന് അടുത്ത കൊല്ലം വേറെ സ്ഥലത്തേക്കാവും ഇങ്ങോട്ടാവില്ല വേറെ സ്ഥലത്തേക്കാവും ബേഡ്സിനൊക്കെ കണ്ടാ അമ്മ ഒരു കാര്യം കൂടി പറയട്ടെ ഞാന് പോരട്ടെ തത്തേനെ തീറ്റ കൊടുത്തു ഇട്ട് കൊടുത്തങ്ങനെ ഇങ്ങനെ ആക്കിയപ്പോ തത്ത ഇങ്ങോട്ട് വന്നു ഞാൻ അടിച്ചു പേടി വന്നിട്ട് ആ ചേട്ടന് കൊടുത്തു ചേട്ടല്ല ഒരു കുട്ടി കൊണ്ടിട്ട് ആ ചേട്ടന് കൊടുത്തു പിന്നെ ഉച്ചയായപ്പോ ഫുഡ് കഴിക്കാൻ തുടങ്ങിട്ടോ ചിക്കൻ കറി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ആരും ഇതേ ചിക്കൻ കറിയും പിന്നെ ഞാൻ പറയല ഉപ്പിലിട്ടിട്ടുള്ള നാരങ്ങയും മുളകും അതായിരുന്നു കേട്ടോ കോമ്പിനേഷൻ ഉണ്ടായിരുന്നത് ചോറും ചിക്കൻ കറിയും ആ ഒരു സംഭവം കേട്ടോ അപ്പൊ അതൊക്കെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ ചോറുണ്ടത് പിന്നെ വെളുത്തുള്ളി ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ ഇതിനൊരു പ്രത്യേകത ടേസ്റ്റാണ് ഇത് മാത്രം മതി ചോറുണ്ടാകും സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇത് അപ്പൊ അവളും ഇതേ കഴിക്കുന്നുണ്ട് ഞങ്ങളും ഇതേ വർത്താനം പറഞ്ഞിട്ടാട്ടോ കഴിക്കണത് പിന്നെ നല്ല ഇരുണ്ടായിരുന്നു കേട്ടോ കറിയിൽ പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട് എനിക്കിപ്പോ ഞാൻ വെക്കുന്ന ചിക്കൻ കറി ഭയങ്കര ഇഷ്ടം അത് കഴിഞ്ഞ് കുറച്ചു നേരം ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞ് വീണ്ടും ഇരുന്നു കേട്ടോ പിന്നെ വൈകുന്നേരമായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതേ കട്ടൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മിക്സറും പിന്നെ നമ്മുടെ മറ്റേ രാവിലെ ഞാൻ കാണിച്ചില്ല ആ സാധനം ബാദുഷയുടെ വേറെ ഒരു മിനി വേർഷൻ അതായിരുന്നു കേട്ടോ ആ ബേക്കറി അപ്പൊ അതുണ്ട് തേജ് എന്തോ നുറുക്ക് കഴിച്ചിട്ടായിട്ടിരിക്കണത് അവൻ TV കണ്ടിട്ട് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഞാനും ആര്യതേട്ടാ അതേ ചായ കുടിക്കുകയാണ് ഇതിന്റെ ഇടയിൽ കുറച്ചു നേരം ഞങ്ങൾ വേറെ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് ഞാൻ കുറെ വീഡിയോ എടുത്തില്ല വീഡിയോ എടുക്കാനും വലിയൊരു മൂഡ് എനിക്ക് തോന്നിയില്ല കേട്ടോ ഞാനിങ്ങനെ ഒരു ഫ്ലോയിലായിരുന്നു പിന്നെ മെയിനായിട്ട് എന്തോ ഇവള് പോകുമ്പോൾ ഭയങ്കര ഒരു വിഷമം പോലെ തോന്നിയിട്ട് അതൊക്കെ എന്താ വെച്ചാൽ എനിക്കറിയില്ല ചിലപ്പോൾ നമ്മളിങ്ങനെ വലുതായത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നത് പിന്നെ അത് ഈ രാത്രി കേട്ടോ വൈകുന്നേരം ആയപ്പോൾ വിൻഷേട്ടൻ കളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കപ്പൊക്കെ എടുത്തിട്ടാണ് വന്നേക്കണത് ഇവരുടെ ടീം ജയിച്ചു കപ്പൊക്കെ എടുത്തിട്ടാണ് വന്നിരിക്കണത് വേണ്ട ഞാൻ ടോളാം പൊട്ടും പൊട്ടും പിന്നെ കുറച്ചേരം ഇരുന്ന് TV കാണാം കേട്ടോ അപ്പൊ ജിഷ്ണേട്ടൻ കാറുകൊണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആര്യനെ കൊണ്ടാക്കാൻ അപ്പൊ ഞങ്ങൾ ജിഷ്ണേട്ടനെ കാത്തിട്ടിരിക്കുകയാണ് പിന്നെ ഇതിന്റെ ഇടയിൽ ഇതേ തേജുവിന്റെയും മിൻഷാടിന്റെയും കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ പോവാൻ നോക്കുകയാണേ നമ്മൾ ആര്യനെ ഇനി കൊണ്ടാക്കാൻ പോവാണ് കേട്ടാ സമയം കഴിയായില്ല 8 മണിയായില്ലേ അപ്പൊ ഞങ്ങൾ കൊണ്ടാക്കാൻ പോവാണ് അവളെ വീട്ടിലേക്ക് ജിഷ്ണേട്ടൻ വന്നിട്ടുണ്ട് കാറുകൊണ്ട് അപ്പൊ ഇനി പോട്ടേട്ടാ എനിക്ക് വീഡിയോസ് ഒന്നും കുറെ എടുക്കാൻ പറ്റിയിട്ടില്ല
ലൈറ്റ് കെടുത്തി. അങ്ങനെ നമ്മുടെ തെങ്ങെന്താ ഇത് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അപ്പൊ വീട്ടിലേക്ക് കൊടുക്കാൻ വിചാരിച്ചു. അവിടെ അപ്പുറത്തെ അച്ഛന് കുഞ്ഞൊരു പറമ്പുണ്ട് കേട്ടോ. അതിൽ അച്ഛൻ്റെ ഒരുവിധം കൃഷികളൊക്കെ അവിടെ അച്ഛൻ നോക്കുന്നുണ്ട്. അപ്പൊ ഞാനെന്നാ പറഞ്ഞു ഇവിടെ എന്തായാലും നമുക്ക് മുറ്റൊക്കെ നേരാക്കി കഴിഞ്ഞാൽ മുറ്റത്ത് വേറെ കുറച്ച് പ്ലാൻ ഉണ്ട്. അതുകൊണ്ട് പിന്നെ എന്നാ തെങ്ങെന്തായി 4 വെക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല. അപ്പൊ എന്നാ അതൊക്കെ എടുത്തിട്ട് ഞങ്ങള് വീട്ടിൽ അവിടെ അച്ഛന് അവിടെ വെക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ ഓൾറെഡി തെങ്ങുണ്ട്. അപ്പൊ അതിന്റെ കൂടെ അച്ഛൻ നോക്കിക്കോളൂല്ലോ. അപ്പൊ അതേ ആ 4 തെങ്ങെന്തായും ജിഷ്ണായിട്ട് എന്തായാലും കാറുകൊണ്ട് വന്നല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇതേ ഒക്കെ അതിൽ കയറ്റിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. സാധാരണ ആര്യ വന്ന് പോകുമ്പോൾ എനിക്ക് വലിയ വിഷമം അങ്ങനെ ഒന്നും തോന്നാറില്ല കേട്ടോ. അങ്ങനെ അവള് വന്നു പോയി അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അവള് വന്ന് പോകുമ്പോൾ ഭയങ്കര ഒരു വിഷമം തോന്നിയിട്ട്. പക്ഷെ പിന്നെ ഒന്നാമത് കുറേ ദിവസം നിന്നുവല്ലോ, വേറെ ആരും ഇല്ല, ഞാനും അവള് മാത്രമായിട്ടല്ല അങ്ങനെ. അപ്പൊ അതുകൊണ്ട് കുറേ ദിവസം നിന്ന് പോണോണ്ടാ തോന്നുന്നു എന്തോ ഒരു നല്ലൊരു വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തേജു അതേ വന്നപ്പോൾ ആര്യമേമ പോയിപ്പോ ഒരു സുഖമില്ലാലേ എന്നാട്ടാ രാവിലെ എൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര മാറ്റം പോലെ തോന്നിയിട്ട് അവള് വന്നപ്പോൾ. ആദ്യമൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ എങ്ങനെയാണെന്ന് അറിയോ, എന്തെങ്കിലും ഒരു കാര്യത്തിന് അപ്പം തല്ലൂടും. പിന്നെ അതല്ല അച്ഛനൊക്കെ എന്തെങ്കിലും ഫുഡ് കൊടുന്നാൽ പോലും എനിക്ക് കുറേ വേണം, അവൾക്ക് കുറച്ച് കൊടുക്കുക, അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പം എനിക്കില്ലെങ്കിലും നന്ദി കഴിച്ചേക്ക് വേണ്ട ആ ഒരു മൈൻഡിലേക്ക് മാറി. അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ചിക്ക് ഫീൽ ചെയ്തു. ഇപ്പം അതായത് എന്തെങ്കിലും ചെറിയൊരു സാധനം ആണെങ്കിൽ പോലും കുറച്ചല്ലെങ്കിൽ പോലും എനിക്ക് വേണ്ടൊരു നീ കഴിച്ചോ പറഞ്ഞിട്ട് അത് അവൾക്ക് കൊടുക്കുക ഒക്കെ അവൾക്ക് അങ്ങോട്ട് മാറ്റണ പോലെ എനിക്ക് തോന്നി. എനിക്കില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡ് വന്ന പോലെ. ആദ്യം അങ്ങനെയല്ല കേട്ടോ, ചെറുപ്പത്തിലൊക്കെ ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് അവളെയൊക്കെ കൂടുതൽ പറ്റില്ല, എനിക്ക് വേണം, ഞാനാ ചേച്ചി എനിക്ക് കുറേ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ എപ്പോഴും വീട്ടിൽ തല്ലൂടാറുണ്ട്. എൻ്റെ അച്ഛനും അമ്മയുടെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അടികിട്ടുണ്ടാവുക ഈ ഒരു കാര്യത്തിനാണ് കേട്ടോ. തല്ലൂട്ടത്തിൽ മത്സരിക്കാൻ നിൽക്കും ഞങ്ങൾ അങ്ങോട്ട് കൂടിക്ക് കുറേ വേണം, നിനക്ക് കുറച്ച് മതി, നീ ചെറുതല്ലേ, ഞാനല്ലേ മൂത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിലൊക്കെ എത്രയോ മാറ്റം പോലെ. ഇപ്പം എന്താ വെച്ചാൽ എനിക്കെന്താ ചേക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, അവൾ എടുത്തോട്ടെ, അവൾക്ക് കൊടുക്കുക, അങ്ങനെ ഒരു മൈൻഡ്, ഒരു മൊത്തത്തിൽ ഒരു ചേച്ചി, ശരിക്കൊരു ചേച്ചിയായ ഫീൽ എനിക്ക് തോന്നിയിട്ടാ. അങ്ങനെ അതേ വീട്ടിലെത്തി. ഇപ്പം അതേ അമ്മ ഇതേ തെങ്ങുണ്ടായി ഇതൊരു സൈഡിൽ കൊണ്ടുവയ്ക്കിട്ടുണ്ട്. അമ്മ ചോക്കിയിട്ട് 4 എവിടെ വെക്കാനാ, ആകെ കുറച്ച് സ്ഥലമുള്ളൂ, എന്ത് ചെയ്യാന്നൊക്കെ. പിന്നെ ഇത് നമ്മുടെ തേജപ്പൻ്റെ പഴയ വണ്ടിയാട്ടോ, അവൻ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് എടുത്തു കൊടുത്തൊരു കാറാണ് ഇത്. അതപ്പോൾ ആ സൈഡിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരെ വീട്ടിലെത്തി. പിന്നെ ഫുഡ് അമ്മ റെഡിയാക്കാന്ന് രാത്രിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് ചെന്നിട്ട് ഞാൻ ഓടിച്ചെന്ന് നോക്കണത്. അപ്പൊ തേജപ്പന് ഒരു പ്ലേറ്റിൽ കിണ്ണം, ഇതെന്ത് സമുദായത്തിൽ നിന്ന് കിട്ടണമെന്നാ തോന്നുന്നു കേട്ടോ. അങ്ങനെ എന്തോ ഒരു കിണ്ണം തേജുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛൻ. അപ്പൊ അതാണ് അമ്മ കാണിച്ചു കൊടുക്കണത്. അവന് ഇങ്ങനത്തെ കിണ്ണം കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾക്ക് ഇഷ്ടാവുമല്ലോ, ചോറും കറിയും ഒക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണത്. കഴിഞ്ഞ വർഷം കിട്ടിയത് റൗണ്ട് ഷേപ്പിലുള്ള പ്ലേറ്റ് ആയിരുന്നു. അത് നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഇരിപ്പുണ്ട്. അത് അന്ന് നമ്മൾ ഹൗസ് വാമിങ്ങിന് വരുമ്പോൾ തന്നെ നമ്മുടെ വീട് പണി കഴിഞ്ഞ സമയത്ത് തന്നെ അമ്മ അത് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവന്. അപ്പൊ ഇക്കൊല്ലം കിട്ടിയതാണ് ഈ ഒരു പ്ലേറ്റ് ഇട്ടത്. ഇത് കുറച്ച് സ്ക്വയർ ഷേപ്പ് ആയതുകൊണ്ട് ഒരു വെറൈറ്റി ആയിരുന്നു. ഇതില് കറി, ഇതില് മീൻ വറുത്തത്, ഇതില് സോയാബീൻ വറുത്തത്, പിന്നെ ഈ സൈഡില് പപ്പടം. ഇവിടെ ഇത്തിരിയല്ലേ ചോറ് വേണ്ടു, ഇത്ര ചോറ് ഇവിടെ ഇത്രയോ, ഇവിടെ പപ്പടം മതി. ഇഷ്ടായി ഇവിടെ വരുമ്പോ കഴിക്കാട്ടാ. ഇതിലൊന്നും തന്നെ കഴിക്കും, കൊണ്ടുപോയി സ്കൂളിലേക്ക് പോകുമ്പോഴേക്കില്ലേ. പിന്നെ അതേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇതേ നമ്മുടെ ജിഷ്ണേട്ടനും വിൻഷേട്ടനും ഒക്കെ വന്നു കേട്ടോ. അപ്പൊ അവര് കുറച്ചേരം ഇരുന്നു. പിന്നെ അച്ഛൻ പുറത്തേക്ക് അങ്ങോട്ട് സമുദായത്തേക്ക് തോന്നുന്നു കേട്ടോ. സമുദായത്തേക്ക് എന്തിനാണ് അവരെന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛൻ അങ്ങോട്ട് പോയി കിടന്നേ. അപ്പൊ ഞങ്ങൾ ഇതേ ഫുഡ് കഴിക്കാൻ അമ്മ ചോറും അമ്മ പൂരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പൂരിയും ചിക്കൻ കറിയും, ചിക്കൻ വറുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ചോറ്, പിന്നെ എൻ്റെ ആര്യയുടെ ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് കേട്ടോ ഒരു മുളക് വറുത്തത്. കുറേ പേര് അത് ചോദിക്കാറുണ്ട്, എങ്ങനെ ഈ മുളക് വറുക്കണത് എങ്ങനെയാണ്. ഇതുവരെ ഞാൻ വറുത്ത് നോക്കിയിട്ടില്ല കേട്ടോ ഈ ഒരു സാധനം. അവിടെ വീട്ടിൽ ചെന്ന് അമ്മോട് ഞങ്ങൾ ആദ്യം പറയാതെ മുളക് വറുത്ത് വെക്കണേന്നാ പറയാറ് കേട്ടോ. അത് മാത്രം കൂട്ടിയിട്ടും ചോറുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് കുറേ വിഭവങ്ങൾ വേണമെന്നൊന്നില്ലെങ്കിൽ ചില സാധനങ്ങളിനോട് ഒരു പ്രത്യേകത ഇഷ്ടമുണ്ട്, അത് മാത്രം കൂട്ടിയിട്ട് പോലും ഞാൻ ചോറിനാറുണ്ട് കേട്ടോ. പിന്നെ അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടോ. അച്ഛതേ തേജുവിൻ്റെ അടുത്ത് അവിടെ അങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കുക തോന്നുന്നു. അപ്പോൾ വിൻഷേട്ടനും ജിഷ്ണേട്ടനും അമ്മയും ഉറക്കം വരുന്നു. വിൻഷേട്ടനും ജിഷ്ണേട്ടനും പൂരിയും ചിക്കൻ കറി എടുത്തു കേട്ടോ. പിന്നെ ചിക്കൻ വറുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ചോറ് എടുത്തിട്ടാ, കാരണം മുളക് വറുത്തത് അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് ഇന്ന് ചോറ് വയറ് നിറച്ച് കഴിച്ചിട്ട് അവിടെ നിന്ന് പോരുള്ളൂ എന്ന്. അപ്പം ചോറും ചിക്കൻ കറിയും മുളക് വറുത്തതും ചിക്കൻ ചാറില്ലേ അതും കൂട്ടിയിട്ടാണ് ഞാൻ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം തേജുവിന് പൂരി മതി എന്ന് പറഞ്ഞു കേട്ടാ. അപ്പൊ തേജുവിന് പൂരിയും ചിക്കൻ കറിയും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തേജു അടി കഴിഞ്ഞു കേട്ടോ, ഒരു വർത്താനം കഴിഞ്ഞു. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ മുളക് വറുത്തത്. ഇത് പച്ചമുളകാണ് കേട്ടോ. പച്ചമുളക് തിളപ്പിച്ചെടുത്തിട്ട് ഇങ്ങാണ്ട് വറുക്കാണ്, അതിക്ക് നോക്കണം കേട്ടാ. പിന്നെ ഇത് അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവൻ്റെ പ്ലേറ്റിൽ ഇട്ട് കൊടുത്തപ്പോൾ അമ്മ അറിയാണ്ട് അവന് ചിക്കൻ ചാറ് ഒഴിച്ചു കൊടുത്തപ്പോൾ അവന് ചിക്കൻ ചാറ് വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിയായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കണ നേരത്തെ നമ്മുടെ ആമയുടെ അടുത്തേക്ക് പോയിട്ടാ. ആമയുടെ അടുത്തേക്ക് വെച്ചാൽ
ജിഷ്ണുവേട്ടൻ ഒരു ഡോഗ് ലവറാണ്. അതായത് ജിഷ്ണുവിൻ്റെ വീട്ടിലുണ്ട് കേട്ടോ, ഹസ്കിയൊക്കെ ഉണ്ട്. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് തോന്നുന്നു കേട്ടോ ജിഷ്ണുവിൻ്റെ വീട്ടിലുള്ള ഹസ്കീനെ. അപ്പോൾ ആള് നമ്മുടെ ആമീനെ കാണാൻ ഇങ്ങനെ നോക്കട്ടെ. അപ്പം ജിഷ്ണുവിനെ കണ്ടപ്പോൾ തന്നെ ആമി ഇങ്ങനെ ചാടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം എപ്പോഴും ആമയുടെ പണി എന്താ വെച്ചാൽ ആ കമ്പിയുടെ ഉള്ളിൽ കൂടെ ആൾ പുറത്തേക്ക് വരുത്തരം. അപ്പോൾ എന്തായാലും നല്ലൊരു വലിയ കൂട് ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ, കുറച്ച് നല്ല കൂട്. ഇതിപ്പോൾ തൽക്കാലത്തേക്ക് കോഴിക്കോട് ആടുന്നില്ല. അപ്പോൾ കോഴിക്കോട് പാദർശിനെ ഒറ്റയ്ക്ക് നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ കൊടുന്നിട്ട് അവൻ ചെറിയ ഒരു കൂട് എങ്ങനെയോ സെറ്റപ്പ് ആക്കിയിട്ടാണ് ഇവിടെ കൊടുന്നിട്ട് ഇവിടെ കെടുത്തിയേക്കണത് കേട്ടോ. പിന്നെ നല്ലൊരു കൂട് കുറച്ചുകൂടി വലുത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകും. വന്നിട്ട് അമ്മയ്ക്കൊന്നും ഇപ്പം പിടിച്ചാൽ കിട്ടണില്ല എന്നാ പറയണത്. എന്താ പറയുക, കൂടുന്ന് പുറത്തേക്ക് ഇറക്കിയിട്ട് ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ഒറ്റ പോക്കാ പോകുന്ന. പിന്നെ പിന്നാലെ ഓടിയ പോലും നമുക്ക് കിട്ടില്ല എന്നാട്ടോ അമ്മ പറഞ്ഞത്. എന്താ കൂളറൊക്കെ വെച്ച് കൊടുത്തിട്ട് തന്നെ കഴിച്ചൂരി പോണുണ്ട്. അത് കിടക്കാൻ നോക്കിയാൽ പണിയിട്ടേ ഞാനത് കണ്ടിട്ടുണ്ടാ പിന്നെ ഞങ്ങൾ ഇത് ഇറങ്ങാൻ നിൽക്കട്ടെ. അപ്പൊ അമ്മ നാളികേരം കുറച്ച് ഉടച്ച് പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. കാറിലാ വരുന്നതെന്ന് പറഞ്ഞപ്പോ. പിന്നെ എന്താ പഴം, ചെറുപഴം ഇല്ലേ, നല്ല രസമുള്ള എന്ത് പഴ വെച്ച പഴത്തിന്റെ പേരിക്കറിയില്ല കേട്ടാ, അതും ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പറക്കി അതൊക്കെ എടുത്തിട്ട് ഇതേ ഞങ്ങൾ പോവാൻ നിൽക്കട്ടെ. അപ്പൊ അതേ തേജു പിന്നെ പോവാൻ നേരത്തെ തേജു ആരെയും തിരിഞ്ഞൊക്കെ കുറച്ച് കുറവാണ്. ഇങ്ങനെ ഒരു യാത്ര അവനിങ്ങനെ യാത്ര പറയാ, ടാറ്റ കൊടുക്കുക, ഉമ്മ കൊടുക്കുക, അതൊക്കെ ഒരു ഭയങ്കര ചടപ്പുള്ള കാര്യമാണ്. അപ്പൊ പിന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, ഒരൊറ്റ പോക്ക് പോവുക ചെയ്യുള്ളൂ കേട്ടോ കൂടുതലും. അപ്പൊ അതേ ഞങ്ങളിതേ അത് കാറിൽ കൊണ്ടേക്കണല്ലോ, അപ്പൊ അതിന് പോവാട്ടെ. അപ്പൊ അതേ ആര്യം അവിടെ നിൽക്കുന്നുണ്ട്, അച്ഛൻ നിൽക്കുന്നുണ്ട്, അമ്മ നിൽക്കുന്നുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ യാത്രയൊക്കെ. ഇനി നവംബർ 28-ാം തീയതി ആവുന്നു കേട്ടോ നമ്മുടെ ഇവിടുത്തെ പെരുന്നാളാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് കൂടിയാണ്. ഞാൻ മുന്നത്തെ വ്ളോഗിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ പെരുന്നാളൊക്കെ, കഴിഞ്ഞ വർഷത്തെ വ്ളോഗില്. അപ്പൊ അതിന് വരണട്ടാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ പോകുമ്പോ പറയണത് കേട്ടോ. പക്ഷെ ആ സമയത്തുണ്ടല്ലോ നമ്മൾ മലയ്ക്ക് പോവാളെന്ന് ഓലുമ്പ് തുടങ്ങും കേട്ടോ. കുറെ പേര് ചോദിച്ചിരുന്നു വിൻഷാട്ട് ഇപ്രാവശ്യം മലയ്ക്ക് പോകണ്ടോന്ന്. വിൻഷാട്ടൻ മലയ്ക്ക് പോകണ്ട കേട്ടോ പ്രാവശ്യം. വിൻഷാട്ടനും പിന്നെ വിൻഷാട്ടൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ. അവരെല്ലാവരും കൂടിയിട്ടാണ് പ്രാവശ്യം മലയ്ക്ക് പോണത്. അപ്പോൾ നോൽമ്പ് തുടങ്ങും. അപ്പൊ അത് കല്യാണം ശരി എന്നാ എന്തായാലും പെരുന്നാളിന് പോണമെന്നുണ്ട്. എന്താവും എന്തോട്ടാ. അപ്പൊ അങ്ങനെ നമ്മള് വീട്ടിലെത്തിയിട്ട് പിന്നെ നമ്മളിത് നേരെ ചെന്ന് കിടന്നുറങ്ങാട്ടോ ചെയ്തത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞി വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓവറായിട്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. മനസ്സിന് എന്തോ ഒരു മൂഡ് ഓഫ് ആയിരുന്നുകൊണ്ട് എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ ഇതേ ജിഷ്ണാട്ടൻ നമ്മളാക്കിയിട്ട് ജിഷ്ണാട്ടൻ പോവാട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യുക. നമ്മുടെ വ്ളോഗും വീഡിയോസും നമ്മളെനിക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളാം കേട്ടോ. അപ്പോൾ ബൈ.